CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. മൃതദേഹം അല്പസമയത്തിനകം എയിംസിൽ നിന്ന് കൈമാറും. തുടർന്ന് JNUവിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് AKG ഭവനിൽ പൊതുദർശനം. മൃതശരീരം ദില്ലി എയിംസ് ആശുപത്രിയുടെ അനാറ്റമി വിഭാഗത്തിന് കൈമാറും. CPIM 3 ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെല്ലാം ദില്ലിയിലെത്തിയിട്ടുണ്ട്. ആദിൽ പാലോട് എയിംസിൽ നിന്നും, നോബൽ മാരിക്കാരൻ JNUവിൽ നിന്നും ചേരുന്ന വിവരങ്ങളുമായി. ആദ്യം ആദിൽ എപ്പോഴാണ് കുടുംബത്തിന് മൃതദേഹം കൈമാറുക? 4:30 മൃതദേഹം എയിംസ് ആശുപത്രിയിൽ നിന്നും കുടുംബത്തിനും പാർട്ടിക്കുമായി കൈമാറും എന്നാണ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. 4:30 കൈമാറുമ്പോൾ MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗമടക്കമുള്ളവർ കുടുംബാംഗങ്ങൾ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം JNU ക്യാമ്പസിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. 5 മുതൽ 5 മണിക്കും 5:30ക്കും ഇടയിൽ 10-15 സമയം, അത് ആളുകൾ എത്തുന്നതിനനുസരിച്ച് കുറച്ചുനേരം JNU ക്യാമ്പസിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അറിയിച്ചതനുസരിച്ച് JNUവിൽ പൊതുദർശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികളുടെയൊക്കെ ആവശ്യം പരിഗണിച്ചാണ് JNUവിൽ കൂടി ഒരു പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. JNUവിൽ 3 തവണ യൂണിയൻ പ്രസിഡന്റ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരിയുടെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവേശം സംഭവിക്കുന്നതും JNUവിലാണ്. അതുകൂടി പരിഗണിച്ചാണ്, ആ ചരിത്രം കൂടി പരിഗണിച്ചാണ് JNUവിൽ കുറച്ചുനേരം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. വസന്തകുഞ്ച് വീട്ടിലേക്ക് പിന്നീട് കൊണ്ടുപോകും. അവിടെ ഇന്ന് രാത്രി മുഴുവൻ മൃതദേഹം അവിടെയായിരിക്കും സൂക്ഷിക്കുക. നാളെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനമായ AKG ഭവനിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വിനീത പറഞ്ഞതുപോലെ എയിംസിന്റെ അനാട്ടമി വിഭാഗത്തിന് വൈദ്യപഠനത്തിനായി മൃതദേഹം കൈമാറാനുള്ള തീരുമാനമാണ്. അത് സീതാറാം യെച്ചൂരിയുടെ അന്ത്യാഭിലാഷമായിരുന്നു. പാർട്ടിയും കുടുംബവും അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, CPMന്റെ മുതിർന്ന നേതാക്കൾ ദില്ലിയിൽ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം കേരള ഹൌസിലേക്ക് എത്തും. പിന്നീട് വസതിയിലേക്കും മറ്റും ഈ പൊതുദർശനത്തിന്റെ ഭാഗമായി പോകും എന്നാണ് നിലവിൽ അറിയുന്നത്. 4:30 വൈകുമെന്നും അറിയുന്നു. 4:30 ഇപ്പോൾ അവസാനം വന്ന അറിയിപ്പനുസരിച്ച് മൃതദേഹം പാർട്ടിക്കും കുടുംബത്തിനുമായി വിട്ടുകൊടുക്കുക എന്നാണ് അറിയുന്നത്. വിനീത. നോബൽ